സ്വയം അറിയാത്തപ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ അഭിപ്രായം പ്രധാനമാകൂ. നമ്മളെ തന്നെ സ്വയം അറിയുക എന്നുള്ളതാണ് പരമപ്രധാനം. അതൊരു ആവശ്യം തന്നെയാണ്. നാം നമ്മെ തന്നെ അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു വിലയും വലിപ്പവും തോന്നുകയുള്ളൂ. സ്വയം അറിയാൻ വേണ്ടി കുടുംബവും രാജ്യാധികാരവും ത്യജിച്ച സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധനായതുപോലെയൊന്നും ആകാനും അനുകരിക്കാനും നമുക്ക് കഴിയത്തില്ല. അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ താൻ ആരാണെന്ന് പോലും അറിയാതെ വരുന്ന മുഹൂർത്തങ്ങളുണ്ട്. ആ മുഹൂർത്തങ്ങളിൽ നമുക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാനാവാതെ പകച്ചു നിൽക്കും. ആ അവസ്ഥ നമ്മളെല്ലാം അനുഭവിച്ചിട്ടുണ്ടാവും. പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നത് ഒട്ടനവധി ആളുകളാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങളും സങ്കടങ്ങളും ആരോടും പറയാനാവാതെ മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന അനേകം ജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുമുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ സ്വയം മറന്നു പോകുന്ന സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോൾ പരാശ്രയം തേടുന്നതാണ് ഉചിതം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അതിനെ വിലയിരുത്താനും പഠിക്കാനും നമുക്ക് കഴിയണം. നമ്മളെ തന്നെ തിരിച്ചറിയാൻ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കൂടുതൽ സ്വീകാര്യത ഉണ്ടാകുന്നത് എന്ന് ഓർക്കുക. ശുഭദിനം.